താർ റോക്സിലെ ആദ്യത്തെ യാത്ര. താർ റോക്സിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. റോക്സ് ഇതുവരെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ കയറുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ വണ്ടി താർ റോക്സ്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വകയായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ സെൻറ്ററിലെ നമ്മുടെ മിറർ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു നല്ല കാണാൻ ലുക്കുള്ള പുതിയ ടൈപ്പാണ്. അതിൽ ഡേ നൈറ്റ് എല്ലാം വരുന്നത് തോന്നുന്നു. പിന്നെ നമ്മുടെ സൺറൂഫ് വരുന്നുണ്ട് പനോരമയ്ക്ക്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മുടെ താക്കോലിട്ടിട്ട്, താക്കോലിടില്ല, താക്കോലിൽ മറ്റേ പുഷ് ബട്ടനാണെന്നുള്ള ഇപ്പോഴാണ് മനസ്സിലായത്. പുഷ് ബട്ടൺ ഇതാക്കി ഈ ഒരു സെറ്റപ്പിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഇതിൻ്റെ സെറ്റപ്പുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം AC ഓണാക്കി, കാരണം നല്ല ചൂടാണ്, ഇരിക്കാൻ പറ്റില്ല. പിന്നെ സൺറൂഫിൻ്റെ സെറ്റപ്പുകൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ബാക്ക് ആദ്യത്തും ഇത് ഓപ്പണായിട്ട് വരും അല്ലേ. പനോരമിക് ആയതുകൊണ്ട് ഫുള്ള് സൺറൂഫാണ് അറ്റം വരെ. അപ്പോൾ അതടച്ചു, തുറക്കേണ്ട ആവശ്യമില്ല. പിന്നെ 5 പേർക്ക് നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോ ഹോൾഡ്, പാർക്കിംഗ് സംവിധാനങ്ങൾ, പിന്നെ കുറേ സെറ്റപ്പുകളുണ്ട്. അതൊക്കെ നമുക്ക് പതിയെ വിവരിക്കാം. ഇതൊക്കെ നല്ലൊരു അടിപൊളി പുതിയൊരു സെറ്റപ്പിലായിട്ട് കൊടുത്തേക്കുന്നത്. ഇതിലൊക്കെ സ്പീക്കറാണ് അതുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ റിവ്യൂ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതിപ്പോൾ ഈ സൗണ്ട് വരുന്നതും അതുപോലെ തന്നെ ഇതിൽ ഇങ്ങനൊരു എംബ്ലം കാണിക്കുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ ആ ചെടിയുടെ ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് പെട്രോളിൻ്റെ ഓപ്പണിങ്, അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ്, അതുപോലെ നമ്മൾ ഇറക്കിറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന സംവിധാനം, പിന്നെ റിവേഴ്സിൻ്റെ ഒരു പാർക്കിങ്ങിൻ്റെ സംവിധാനം, പിന്നെ ഓട്ടോ ഇഡ്ലിങ്ങിൻ്റെയും അതുപോലെ ലൈറ്റ് അഡ്ജസ്റ്റബിൾ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിറർ ഫോൾഡിങ്ങിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇത് ഫോൾഡ് ചെയ്യാൻ ഉള്ള സംവിധാനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. 4 പവർ വിൻഡോ ലോക്ക് വരുന്നുണ്ട്. ഗ്ലാസ് വിൻഡോ ലോക്ക് ചെയ്യുന്ന വരുന്നുണ്ട്. അതുപോലെ ഇവിടെ സ്റ്റിയറിങ്ങിൻ്റെ മേലെ വരുന്നത് വോയിസിൻ്റെ സംഭവം വരുന്നത്. ഇത് പിന്നെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ളത്. പിന്നെ സൗണ്ട് കൂട്ടുന്നത്, കുറക്കണത്, മ്യൂട്ട്, മ്യൂസിക് കാര്യങ്ങൾ, കൊടുക്കാൾ, കട്ടികൾ, ക്രൂസ് കൺട്രോളിൻ്റെ സംവിധാനങ്ങൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ സൈഡിൽ വരുന്നത്. പിന്നെ സാധാരണ കണ്ടുവരുന്ന പോലെ നമ്മുടെ AC അഡ്ജസ്റ്റബിൾ കാര്യങ്ങൾ, അതിൻ്റെ ഫങ്ഷൻസ്, പിന്നെ സീറ്റിൻ്റെ, പിന്നെ ഇതിൽ സീറ്റ് എയർ വെന്റിലേഷൻ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ചാണ് ഇപ്പോൾ ഇതിൽ ഈ കാണുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിൽ എയർ വെന്റിലേഷൻ വരും. പിന്നെ ഡ്രൈവിംഗ് മോഡ് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഡ്രൈവിംഗ് മോഡ് ഇപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇതിൽ ഇപ്പം ഇന്ന് വണ്ടി കിട്ടിയിട്ടുള്ളൂ, അതിൽ അവരിത് പഠിച്ച് വരുന്നുള്ളൂ. പഠിച്ചതിന് ശേഷം ബാക്കി നമ്മൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഇടും. പിന്നെ അതുപോലെ ESP കാര്യങ്ങൾ ഉണ്ട്, അതിൻ്റെ ഫങ്ഷൻ വരുന്നുണ്ട്. പിന്നെ സാൻഡ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് സാൻഡ്, സ്നോ, മഡ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മളിതിൽ വണ്ടി ഓടിക്കുക. കാരണം കുറേ പഠിക്കാനുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇന്ന് കയ്യിൽ കിട്ടിയതുകൊണ്ട് കിട്ടിയതിൻ്റെ ഒരു പുതുമയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പഠിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നല്ലൊരു പ്രീമിയം, കാരണം ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന വണ്ടി ആയതുകൊണ്ടും ഒരു പ്രീമിയം ലുക്കിലാണ് ഈ സെൻറ്ററിലെ ഗ്ലാസ്, സെൻറ്റർ മിറർ കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ലൊരു പ്രീമിയം ലുക്കായിട്ട് തോന്നി. പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഇത്രയും വിലയുടെ വണ്ടി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ ഗുണങ്ങളും ഫീച്ചേഴ്സും ഇതിൽ കാണാനുണ്ട്. എയർ ബാഗുകൾ കാര്യങ്ങൾ, അതുപോലെ സ്റ്റീരിയോ ഒക്കെ, ഗംഭീര സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് നമ്മളിതിനെ കുറിച്ചിട്ട് പറയുന്നത്. സൺറൂഫ് മുഴുവനായിട്ട് തുറന്നിട്ടിട്ട് കണ്ട ഞാനുണ്ട്, അടിപൊളിയാണ്. ഇപ്പോൾ നമ്മളുടെ നല്ല അടിപൊളിയാണ്. ഇപ്പം ഇതിൽ കുറേ സംവിധാനങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനൊക്കെയാണ്. പാർക്കിംഗ് വരുന്നുണ്ട്, റിവേഴ്സ് വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്. പിന്നെ ഇത് മാനുവലായിട്ടും നമുക്ക് ഇട്ടിട്ട് ഓടിക്കുക, അതുപോലെ ഓട്ടോമാറ്റിക്കിനും ഇട്ടിട്ട് ഓടിക്കുക. നമുക്ക് ഗിയർ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ട്.
പിന്നെ ഇതിൻ്റെ ബോക്സ് അത് പണ്ടത്തെ സെറ്റപ്പ് തന്നെ, ചെറിയൊരു ബോക്സ്. എന്നാലും താറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോക്സിൽ കുറച്ച് വലിപ്പ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം കാറിലൊക്കെ നല്ല അടിപൊളിയാണ്. പാട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും.